ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തേത് ഒരു ഫുഡ് വീഡിയോ ആണ്. ബൾക്കായിട്ട് ചിക്കൻ ഫ്രൈഡ് ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. കല്യാണത്തിന് ശേഷം പെണ്ണിനെയും ചെറുക്കനെയും ചെറുക്കൻ്റെ വീട്ടുകാരെയും തറവാട്ട് വീട്ടിലോട്ട് ക്ഷണിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി വയ്ക്കുന്ന ഫുഡാണ്. അവർക്ക് വേണ്ടി മാത്രമല്ല, ഞങ്ങൾ കുടുംബാംഗങ്ങൾക്കും കൂടെ ഉള്ള ഫുഡാണ് കേട്ടോ. അത് വയ്ക്കുന്ന വീഡിയോ ഒന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം ഈ കാണുന്ന സവാള ഫുള്ള് വറുത്ത് കോരി എടുത്തു. പാചകം ചെയ്യുന്നത് ഞങ്ങളുടെ കുടുംബത്തിലെ തന്നെ ഒരു മാമനാണ് കേട്ടോ. അതിനുശേഷം ആ എണ്ണയിൽ തന്നെ ക്യാരറ്റും കറിവേപ്പിലയും വറുത്ത് കോരി എടുത്തു. ഈ മാമൻ നല്ലോണം ഫുഡ് ഉണ്ടാക്കും. ഞങ്ങളുടെ കുടുംബത്തിലെ എന്ത് പരിപാടിക്കും ഈ മാമനെയാണ് ഞങ്ങൾ വിളിക്കാറുള്ളത് കേട്ടോ. അതിനുശേഷം ആ എണ്ണയിലോട്ട് തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് വറുത്ത് കോരിയെടുത്തു. അത് മാറ്റി വെച്ച ശേഷം കുറച്ച് മുന്തിരി അതിലോട്ട് ഇട്ട് കൊടുത്ത് അതിനെ വറുത്ത് കോരി എടുക്കുകയാണ്. മുന്തിരി ഇട്ടത് ഞാനാണ്. മാമൻ്റെ കൂടെ മാമന് വേണ്ട എല്ലാ ഹെൽപ്പും ചെയ്തു കൊടുക്കാൻ ഞാനവിടെ ഉണ്ടായിരുന്നു. പോരാത്തതിന് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ മാത്രമല്ല, മറ്റു പലരും മാമനെ സഹായിക്കാൻ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ മുന്തിരിയെല്ലാം മാമൻ വറുത്ത് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി എടുത്തു വെച്ചു. ഈ മാമൻ ഉണ്ടാക്കുന്ന ഫുഡെല്ലാം അടിപൊളിയാണ്. പ്രത്യേകിച്ച് എടുത്തു പറയണം, ഈ മാമൻ്റെ ഈ ഫ്രൈഡ് ചിക്കൻ ബിരിയാണി നല്ല ഉഗ്രം ടേസ്റ്റാണതിന്. അങ്ങനെ മുന്തിരി ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. എണ്ണ ബാലൻസ് ഉണ്ട്. ആ എണ്ണയിലോട്ട് തന്നെ ചിക്കനും ഇട്ട് കൊടുത്ത് അതും കൂടെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ചിക്കനെല്ലാം വറുത്ത് കോരിയെടുക്കാൻ ഒരുപാട് സമയം ആവശ്യമുണ്ടായിരുന്നു. ആ ഒരു സമയം കൊണ്ട് തന്നെ അപ്പുറത്ത് മറ്റൊരു അടുപ്പ് കൂട്ടി വെച്ച് അതിൽ വലിയ ചെമ്പ് വെച്ച് ആ ചെമ്പിലേക്ക് ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് എല്ലാം മുഴുവൻ മസാലയും ചേർത്ത് കൊടുത്ത് ഉപ്പും പാകത്തിന് ചേർത്ത് കൊടുത്ത് അതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള അരിയും കൂടെ ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ശേഷം അതിലേക്ക് വലിയൊരു പാക്കറ്റ് ഡാൽഡയും 1 ലിറ്റർ സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. അതിനുശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുത്തത് കുറച്ച് നാരങ്ങ നീരാണ്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. ചിക്കൻ ഫ്രൈ ചെയ്യാൻ തനത് പാചകക്കാരൻ്റെ കൈ അവിടെ ചെന്നില്ലെങ്കിലും മറ്റു പലരുടെയും കൈ അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. കൈ മാത്രമല്ല, വായയും ചെന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇപ്പുറത്തെ അടുപ്പിലെ ചോറ് ഇവിടെ വെന്തു. അതിനുശേഷം ആ അടുപ്പിലേക്ക് തന്നെ വലിയൊരു പാത്രം എടുത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് സവാള ഇട്ട് കൊടുത്തു. സവാള വഴണ്ട് വരാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി. പിന്നെ അതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ ബിരിയാണിയിലോട്ട് ഒഴിച്ചിട്ടുള്ളായിരുന്ന ഡാൽഡ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, അതുകൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ തക്കാളി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു. പിന്നെ അതിലോട്ടിട്ടത് നമ്മുടെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് എന്നിവയൊക്കെയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. അപ്പോഴത്തേക്ക് അതിൽ മുളക് പൊടി, ചിക്കൻ മസാല, പിന്നെ മാമൻ്റെ സ്പെഷ്യൽ ബിരിയാണി മസാല എന്നിവയെല്ലാം ചേർത്ത് കൊടുത്ത് ഉപ്പുണ്ടോ നോക്കി, കുറവുണ്ടായിരുന്നു, കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു. പിന്നെ തൈര് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. തൈര് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് മല്ലിയില, പുതിനയില, കറിവേപ്പില എന്നിവ അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനെല്ലാം കൂടെ അതിലോട്ട് ചേർത്ത് കൊടുത്തു. അതും നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ചെറുതീയിലൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുത്തു. പിന്നെ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ വാഴയിലേൻ്റെ നാക്ക് 2 എടുത്തിട്ട് അതിൻ്റെ മേലോട്ട് വെച്ച് ചെറുതായിട്ട് കത്തി കൊണ്ടൊന്ന് കീറി കൊടുത്തു. പിന്നെ നമ്മുടെ ചോറ് അതിലോട്ട് സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ചോറ് ഒരുപാട് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ആ ചോറ് ഇടാനായിട്ട് അവിടെ മാമനും അമ്മായിയും കുഞ്ഞമ്മയും അവരെല്ലാവരും സഹായിച്ചിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ കൂടെ തന്നെ നമ്മുടെ പാചകം ചെയ്യുന്ന മാമൻ അതിൽ നെയ്യ്, മല്ലിയില, പുതിനയില, പിന്നെ മാമൻ്റേതായിട്ടുള്ള സ്പെഷ്യൽ ബിരിയാണി മസാല എന്നിവയെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അവസാനമായി ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചതിൽ കുറച്ച് എണ്ണ കൂടെ അതിലോട്ട് ഒഴിച്ചു കൊടുത്ത് അടച്ചു വെച്ചു. എന്നിട്ട് ആ അടപ്പിന് മുകളിലായി വലിയൊരു വാഴല കൂടെ വെച്ച് അതിലേക്ക് അടിയിലുള്ള തീക്കനലെല്ലാം കോരി ഇട്ട് കൊടുത്തു. ഒരു 15 മിനിറ്റ് നേരം മാത്രമേ അടുപ്പമേൽ വെച്ചിട്ടുള്ളൂ കേട്ടോ. നമ്മുടെ അടിപൊളി ഫ്രൈഡ് ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അതിൻ്റെ മുകളിലേക്ക് ഇതാ ഫ്രൈ ചെയ്തിട്ടുള്ള നമ്മുടെ ഐറ്റംസ് എല്ലാം കൂടെ ഇട്ട് കൊടുക്കുകയാണ്. രാത്രിയാണ് കേട്ടോ ഈ ബിരിയാണി ചെമ്പ് പൊട്ടിച്ചത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.